ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പോലെ എൻഫോഴ്സ്മെൻറ്റ് അവർക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ശരിയാണോ എന്താണോ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ, ഒരു ശബരിമല എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഒരു വികാരമല്ലേ, ഒരു മലയാളി മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾ ഓരോരുത്തരും എത്ര മാസം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു, അങ്ങനെ എല്ലാവരും. അപ്പോൾ എനിക്കറിയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോലീസുമായി ബന്ധപ്പെട്ട് പറയാം, അത് നമ്മൾ പറയാൻ പാടില്ല. അത് അവരതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ വിളിച്ചു വരുന്ന. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോസ് അല്ല, അതാ പൂജ ഇടുന്നതിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കഴിഞ്ഞ 38 വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ ആനയെ നടക്കിരുത്തൽ, ആനക്കൊട്ടിലിൻ്റെ ഉദ്ഘാടനം, നട, ഇത് എല്ലാ ഉദ്ഘാടനത്തിനും എന്നെയാണ് വിളിക്കാറ്. ഇങ്ങനെ പോവാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണമായിട്ട് ഞാൻ ഇതിനും പോയിട്ടുള്ളൂ, ഇതിൻ്റെ പൂജയ്ക്ക്. അങ്ങനെയില്ല, നമ്മൾ ബാക്കിയൊന്നും പറയാൻ പാടില്ല. അവരുടെ ഇത് കഴിഞ്ഞു. ഇനി എനിക്ക് ഒന്നുമില്ല, ഇനിയൊന്നുമില്ല, അത് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. ഇനി ഹൈദരാബാദ് എനിക്ക് കറക്റ്റ് ഇപ്പോൾ പോയാലും ഫ്ലൈറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. ഷൂട്ടിംഗ് ആണ് അവിടെ. അങ്ങനെയില്ല, ഇനിയും ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് എന്നെ വിളിക്കും. അതൊന്നും ഇത് എത്ര പേര് ഒരു ദിവസം കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് ഇത്ര ഭാഷ വിളിക്കുന്നു. നമുക്കിതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത വല്ല അറിയാം. വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടോ? വീണ്ടും എന്തെങ്കിലും ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, കഴിഞ്ഞു. വെറുതെ 2 ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ ആ ഊടും കഴിച്ചപ്പോൾ പിരിഞ്ഞു ഓടുന്നു, ഭക്ഷണം കഴിച്ച്. അപ്പോൾ ഞാൻ ബൈ, താങ്ക് യു.